അമ്മ വരുന്നില്ല. ഓ പോകാം വാ. ഓ എന്തോ ഇന്നലെ കയറി നോക്കിയതല്ലേ, വാ. ഇന്നൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തോ. വാ. എന്തുമ്മ ദേണ്ടമ്മ അമ്മ ചിരിച്ചി. ഒരു കൈ കൊണ്ടല്ലേ എടുക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മാർക്കറ്റ് തുറന്നു, പാലൊക്കെ വാങ്ങാം. അവരടച്ചിട്ടിരുന്ന നോക്കിയതിലെ പാക്കറ്റ് നമ്മുടെ പാൽപ്പൊടി അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഒരു ദിവസം മാത്രമേ നമ്മൾ പോയി പാല് വാങ്ങിയിട്ടുള്ളൂ. പാൽപ്പൊടിയോ? പിന്നെ ഒരുപാട് പുട്ടുപൊടിയും കൂടെ മേടിച്ചു. സോഫ്റ്റ് പുട്ടുപൊടി ഇറങ്ങിയ പഴം കല്യാണം കൊണ്ട് തന്നതാണ്. കഴുകാനുള്ള തുണി ഇവിടെ ആണോ വെക്കുന്നത്? ഇന്നാ ഞാന് 2 പ്ലേറ്റ് വാങ്ങിക്കാൻ പോയി. പണ്ടത്തെ സാധാരണ പ്ലേറ്റ് ഇല്ലേ, പ്ലേറ്റ് ഞാൻ സ്ഥിരം മേടിക്കുന്നിടത്ത് എന്നിട്ട് അവിടെ പ്ലേറ്റ് ഇല്ല, അത്തരം പ്ലേറ്റ് ഇല്ല. നമ്മൾ ഈ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ മാവ് കോരി ഒഴിക്കത്തില്ല, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റാണ് ഞാൻ ചോദിച്ചത്. അത്തരം പ്ലേറ്റ് അവിടെ ഇല്ല. വലിയ കടയാണ്, പക്ഷെ അവിടെ ഇല്ല. പിന്നെ ഞാൻ വേറൊരു കടയിൽ, ഈ പാത്രങ്ങൾ മാത്രം വിൽക്കുന്ന കടയുണ്ട്, അവിടെ പോയി ഞാൻ 2 പ്ലേറ്റ് മേടിച്ചു. വട്ടയപ്പം ഉണ്ടാക്കാൻ എനിക്ക് പ്ലേറ്റ് ഇല്ല. എനിക്കിവിടെ ഒരു പ്ലേറ്റേ ഉള്ളായിരുന്നു അത്തരം. അത് നമ്മുടെ ഇഡലി പാത്രത്തിന് ഇണങ്ങുന്നത് ഒരെണ്ണേ ഉള്ളായിരുന്നു. അത് ഇച്ചിരി ചടങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നേ. അപ്പം എന്തുവാ നോക്ക്, വിളിക്കുന്നെങ്കിൽ എടുക്കും. അതങ്ങ് ചടങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. അത് മാത്രമല്ല, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചക്കയപ്പം ഉണ്ടാക്കിയപ്പം മാമിക്കും കൊച്ചും കൊടുത്തു വിട്ടു. ആ പാത്രത്തിലുണ്ടാക്കി അതേപോലെ ഞാൻ കൊടുത്തു വിട്ടു. പിന്നെ ആ പാത്രം ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. പിന്നെ അപ്പം എനിക്ക് ആ പ്ലേറ്റ് ഇല്ലായിരുന്നേ. ഞാൻ പിന്നെ ആ പ്ലേറ്റ് ചോദിക്കാൻ പോയി. ഇത് കണ്ടോ, ഇതുപോലത്തെ പ്ലേറ്റ് ഇപ്പം എങ്ങും ഇല്ലെന്ന്. ഇതിൽ 2 എണ്ണം മേടിച്ചു. 100 രൂപ ഒരു പ്ലേറ്റിന് കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ 2 അടപ്പ് എന്തോ വിലയാണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കെല്ലാം ഭയങ്കര വില. അവിടെ ഇരുന്നതാ ചിരട്ടത്തവി. നമുക്കൊരു കുഞ്ഞിത്തവി ഉണ്ട്, ഇച്ചിരി നീളം കുറയ്ക്കണം. നീളം കുറഞ്ഞ കുഞ്ഞു തവി ഇരിപ്പുണ്ട്. എത്രയാണെന്നറിയാമോ? 120 രൂപ. ഇതിന് 60 രൂപ. അവരത്രയും പണി ചെയ്തത് കൊണ്ട് അതിന് വില കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് ഇച്ചിരി ചെറുതാക്കണം. ഇത്ര നീളം വേണ്ട, ചിരട്ട ഇത്രയും വേണം, നീളം അത്രയും വേണ്ട. നമുക്ക് ശരിയാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ഈ ഒരടപ്പ്, ഇത് വളരെ അവശ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരടപ്പായിരുന്നു. അപ്പം ഞാനിത് എടുത്ത് എനിക്കിങ്ങനെ ആകാശത്തിച്ചിട്ട് കുഴിയുള്ള ഒരടപ്പ് വേണമായിരുന്നു. നമുക്കൊരു പാനില്ലേ, അതിനകത്ത് അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മേടിച്ചതാ. നോക്കാം. ഇത്രയും സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു. പോരുന്നു. പിന്നെ ഇന്ന് യാദൃച്ഛികമായിട്ട് മെഡിസിൻ മേടിക്കാൻ വന്ന ഒരു അമ്മ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. വീഡിയോ ഒക്കെ ചെയ്യുന്നതാണോ. ഞാൻ അങ്ങനെ വന്ന് കണ്ട് മിണ്ടിയിട്ട് പോയി കേട്ടോ. ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ആ അമ്മയുടെ അവിടുത്തെ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അതിലെ കാര്യങ്ങളായിട്ട് ഓടി അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നത്. ഒരുപാട് തന്നെ സംസാരിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നിവിടെ രാവിലെ ഇച്ചിരി ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കി. ചോറൊന്നും വെച്ചില്ല. വൈകിട്ട് വന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കിയതും ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ളതേ ഉള്ളായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഒരു ദോശയെ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയില്ലായിരുന്നു. ബാക്കി മോനിക്കുട്ടനും കൊടുത്തു. അതിനുള്ളതേ ഉള്ളായിരുന്നു. കുഞ്ഞ് 2-3 ദോശ ഉണ്ടാക്കി മോനിക്കുട്ടനും കൊടുത്തു. ഒരു സാധാരണ ദോശ ഉണ്ടാക്കി ഞാനും കഴിച്ചു. അതിനുള്ള മാവേ ഉള്ളായിരുന്നു. ഉച്ചയായപ്പോൾ എനിക്കും വിശക്കുമായിരുന്നു. അപ്പം ഞാൻ മാമി വേറെ അവിടെ ഒരു
ഉമ്മായും എല്ലാവരും കൂടെ പൊതിച്ചോറ് വയ്ക്കുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാനൊരു പൊതിച്ചോറ് വാങ്ങിച്ചു. അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എൻ്റെ വിശപ്പങ്ങ് പോയി. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടായിരുന്നു, ചമ്മന്തിയുടെ ഒരു ബലത്തിൽ മുട്ട വറുത്തതും ചമ്മന്തിയും കൂട്ടി ഞാൻ ചോറുമണി കഴിച്ചു. ബാക്കി ചോറായി കേട്ടോ. അപ്പം അത് ഇന്ന് രാത്രിയിലത്തേക്ക് അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെന്താണ്, മീൻ വാങ്ങിച്ചു. അത് സിലോപ്പിയ അങ്ങനെ ഒരു മീനില്ല, അതാണ് കേട്ടോ. വെട്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി കഴുകി മസാല വരട്ടി 2 വറക്കാം, രാത്രി ചോറ് വിചാരിച്ചു. അപ്പം മോരുകറി ഇച്ചിരങ്ങാണ്ടേ ഉള്ളൂ. ഒരു വെള്ളരിക്ക ഇരിപ്പുണ്ട്, പറ്റുമെങ്കിൽ കറി വെക്കും. എന്തുവാ ഇത് കൂർക്ക വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്. അത് ക്ലീൻ ചെയ്യണം, അതൊരു വലിയ പണിയാണല്ലോ. ഞാൻ അതിനങ്ങോട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് ഒന്ന് കുളിക്കാം എന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ. പോയി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചല്ലേ ചെല്ലേ. എന്നും ഒന്നും ഇത് പറയണം. ചെല്ലേ. ഇതൊന്നും മാറ്റി സ്കൂളിൽ കൊണ്ടുപോവാ. എന്നാലും ചോറ് പോത്തില്ല, സൂപ്പർ ഐഡിയ. കൂർക്ക അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. മീനെല്ലാം മസാല പുരട്ടി വെച്ചു. ഇന്നത്തേക്കുള്ളത് ഇന്നത്തേക്ക് വറക്കാൻ കേട്ടോ. ഒരു മീൻ മോനിക്കുട്ടൻ, അത്രയും മോനിക്കുട്ടൻ കഴിക്കത്തില്ല, പക്ഷെ ഒന്നായിട്ട് വറുത്ത് കൊടുക്കണം. അത് കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പകുതി എടുത്തു, മോനിക്കുട്ടൻ ഒരു മീനും. പിന്നെ ഇത് ചോറാണ്, ഞാൻ പറഞ്ഞില്ലേ. അത് ചോറും കറികളും സെപ്പറേറ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോറ് ഞാൻ ഒന്നും കൂടി ഒന്ന് വാർത്തിടാന്ന് വിചാരിച്ചു. ചോറ് വാർത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെഴുക്കുവരട്ടിയും വെക്കാം, മീനും വറക്കാം. ഒരു ചോറായിട്ടില്ല, മാറും. ചോറായിട്ട് ഞാൻ കൂട്ടാൻ വെച്ചു. ചോറ് മേടിച്ചു പിന്നെ വലിയ കൂർക്കയായിരുന്നു, പക്ഷെ എനിക്ക് വൃത്തിയാക്കാൻ ഇച്ചിരി പാടായിരുന്നു. ദാഹം, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു ലോങ് വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തുവാ അവാർഡ് ഫിലിമിന്റെ റിവ്യൂ ആണോ കേട്ടോ. മറുപടി ഒന്നും പറഞ്ഞില്ല. കാണുന്നവർക്കിത് സിനിമയാണെന്നും നാടകമാണെന്നും ഒക്കെ തോന്നും കേട്ടോ. അതൊന്നും ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരുന്നത് വരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നത് വരെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല, ഒന്നുമില്ല എൻ്റെ പ്രിയങ്ങളെ പറയാൻ. ഞാൻ പറഞ്ഞില്ല, പാത്രം മാത്രം വിൽക്കുന്ന ഒരു കടയിൽ ഞാൻ പ്ലേറ്റ് വാങ്ങിക്കല്ലോ. എന്താ ദൈവമേ, എന്തോ സൈസിലെ പാത്രങ്ങളാണ്, ഗ്ലാസും പിന്നെ നമ്മുടെ ജഗ്ഗില്ലേ, ജഗ്ഗൊക്കെ നല്ല അടിപൊളി നല്ല ഒതുങ്ങിയ ഷേപ്പിലുള്ളതൊക്കെ കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നേ ഇല്ലായിരുന്നു. അയ്യോ,
പിന്നെ കുഞ്ഞി കപ്പുകൾ, സ്റ്റീലിൻ്റെ തന്നെ കുഞ്ഞി കപ്പുകൾ. ഇതെന്തോ ഈ ഞാൻ ചായ കുടിക്കുന്ന കപ്പല്ല, ഇങ്ങനെ ഇങ്ങനെ എന്തൊരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു ഷേപ്പിലുള്ള കപ്പ്. പിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര വിലയാണ്. സ്റ്റീലിനെല്ലാം നല്ല വിലയാണ് ഇപ്പം. കൊണ്ടുവന്ന് നോക്കട്ടെ. ഉപ്പിടാം. നമ്മുടെ പുതിയ അടപ്പ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ കണ്ടു. അങ്ങോട്ട് എടുത്തിടട്ടെ. ഈ ഒരു പാത്രം അടയ്ക്കാനാണ് ഞാൻ ഒരു അടപ്പ് തപ്പി നടന്നത് കേട്ടോ. പക്ഷേ ഇച്ചിരി വലുതായി പോയി. തൽക്കാലം അങ്ങനെ ഇരിക്കണം. കുറച്ച് വിളമ്പി അങ്ങ് അടച്ചു. മീൻ നമുക്ക് തിരിച്ചിടാം. ഒരു സൈഡ് റെഡിയായി. അതുകൂടി ആവട്ടെ, എന്നിട്ട് നമുക്ക് അത്താഴം വിളമ്പാം. മീനൊക്കെ ആയി. മോനിക്കുട്ടോ, മോനുവേ വാ. എടുത്തില്ല. ചമ്മന്തി വേണോ? പൊതിക്കാത്ത ചമ്മന്തി. മോരെടുത്തോണ്ടോ? ഓ, മീൻ വറുത്തത് വേറെ പാത്രത്തിൽ കൊടുക്കാം, അല്ലേ പിന്നെ ചോറും മീനും എല്ലാം ഒന്നും പോലെ ആകും. അമ്മ മറന്നുപോയി, ഇനി എടുക്കണം. ചോറുണ്ണാം. എനിക്കറിയാം പലർക്കും ബോറടിക്കുന്നുണ്ടാവുമെന്ന്. കാരണം വിശേഷങ്ങളൊന്നും പുതുതായിട്ടൊന്നുമില്ല. എന്നും ഒരേ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നു. എനിക്കറിയാമല്ലോ. എല്ലാം മാറി നല്ല നല്ല സന്തോഷമുള്ള വീഡിയോ ഒക്കെ വരുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കുക. ഞാനും അങ്ങനെ വിചാരിക്കുക കേട്ടോ. നോക്കാം. നമ്മുടെ പൊതിച്ചോറിനകത്ത് ചമ്മന്തി കേട്ടോ. ഇച്ചിരി ഉള്ളായിരുന്നേ. മുളക് ചുട്ടരച്ച ചമ്മന്തിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി, പിന്നെ മീൻ വറുത്തത്. വലിയ മീനായിരുന്നു കേട്ടോ. അത് ഫുള്ളേ ഇട്ട് വറുത്താൽ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇതോടെ മോരിയേറി തീർന്ന്. ഇനി നാളെ നമ്മൾ വേറെ മോര് കാച്ചണം. അപ്പം കഴിക്കട്ടെ. എല്ലാവരോടും നിറയെ സ്നേഹം. ബോറടിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. ഉഷാറായിട്ട് വരാം. എല്ലാം ദൈവത്തോട് പറയുകയാണ്. നാളെ കാണാം കേട്ടോ.
ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. രാവിലെ നമ്മളൊരു സാധനം ഉണ്ടാക്കിയായിരുന്നേ. അതിപ്പോഴും ഉണ്ട്. ഞാനും ഉണ്ടാക്കി. അതിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് മാംഗോ പുഡിംഗ്. ഭയങ്കര ഈസിയാ കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനും ഈസിയാ. ഇങ്ങനെ മുറിച്ച് വായിലോട്ട് വെച്ച് അലിഞ്ഞങ്ങ പോകും. ഞാൻ എടുത്തുതരാം. സൂപ്പറാണ് പ്രിയങ്ങളെ. ഇഷ്ടംപോലെ മാങ്ങ ഉള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ആണ്, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇല്ലേ കഴിക്കാം. നല്ല രസമാണ് കഴിക്കാൻ. കണ്ട അയ്യോ, മോൻ കഴിക്കേ. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്, മാംഗോ പുഡിങ്ങിൻ്റെ. നല്ലതായിരുന്നു, മോനുകുട്ടനും ഇഷ്ടപ്പെട്ടു, പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ തീർന്നതല്ലേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.